വീട്ടിൽ ഞങ്ങൾ വന്നേക്കോട്ടോ. ഇത് പുതിയതായിട്ട് കബോർഡ് പണികളാണ്. എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ തട്ടിൽ വെക്കണ്ടേന്ന് അവളോട് പറയാൻ വേണ്ടിട്ട് അല്ല ഒന്നും വേണ്ട. നമുക്ക് കുപ്പിയൊക്കെ പുതിയ നല്ല അടിപൊളി ഓർഡർ ചെയ്യുമല്ലേ പോലത്തെ എന്നിട്ട് അതുവരെ ഇപ്പൊന്നും കിട്ടണില്ല. പണി തുടങ്ങുമ്പോൾ തിങ്കളാഴ്ച 11 മണി അത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ തുറന്നു എന്തെങ്കിലും കാലത്ത് ചെയ്യാൻ പറ്റുമെങ്കിലേ ഇപ്പൊ എന്നെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ പയ്യ ചെയ്താൽ മതിയടി. ഇപ്പൊ പറഞ്ഞാൽ 4 മാസം കഴിഞ്ഞ് വരുവുള്ളത്. ഒരു വർഷം കഴിഞ്ഞ് നോക്കാം. അമ്മക്ക് ഇത്ര ഈ സൈഡാണുള്ളൂ. മുകളിൽ ഒരു സെറ്റ് ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് സെറ്റിംഗ് അവിടെ ഉണ്ട് കൂടി. ഇത് ഇങ്ങനെ വർക്ക് ഏരിയയിലോട്ട് മാറ്റി. ഇപ്പൊ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കുറച്ചുകൂടെ മോഡലായിട്ട് ഇപ്പൊ കാണുന്ന ഞാനിത് കാണാൻ വേണ്ടിട്ട് പിന്നെ ഇതിന്റെ സെറ്റ് ഒക്കെ ചെയ്യുന്ന എന്തൊക്കെയാ ഏതിലൊക്കെ വെക്കണ്ടേന്നൊക്കെ പറയാന്നോർത്ത് അവിടെ വിളിച്ചേ. ഇപ്പൊ ഒന്ന് കേട്ടിട്ടില്ല. അപ്പൊ ഇത് വിറക് വെക്കാനുള്ളതാട്ടോ. ഇതും കൂടി തുറക്കാം. നോക്കിക്കോ. ഉള്ളിലോട്ട് നമുക്ക് കയറാനൊക്കെ പറ്റും. പക്ഷെ നല്ല പൊടിയാണ് കേട്ടോ. ഞാൻ പിന്നായി കേട്ടിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര പൊടിയാണ്. നമുക്കിത് അടയ്ക്കാം. തടയുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ. ഇതാണ് അമ്മാമ്മേൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് കേട്ടോ. ഞാനിപ്പോൾ അമ്മാമ്മേൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടെ നോക്കുന്ന ഫ്രിഡ്ജ് ഒന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ പോയി ബിരിയാണി. ബിരിയാണിയാണ്. ഒരു നെയ്യപ്പം മേടിച്ചോണ്ട് വന്നായിരുന്നു. ഉള്ളിലുണ്ടോ പപ്പടോ? ഇത് ചിക്കൻ. ഇത് ചിക്കൻ ഇങ്ങനെ സ്ലൈസ് ആക്കി വെച്ചേക്കുന്നതാണ്. അവര് പൈസ ഇല്ല, 10 രൂപയുള്ളൂ. അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു മാസം ഡയറ്റ്. അമ്മച്ചി പിന്നെ വീട്ടിലങ്ങനെ എത്ര രൂപ വെച്ചാ? അച്ചാറും സർലാസും ഒക്കെ ഇഷ്ടം പോലെ കിട്ടി. നല്ല അച്ചാറ്. ഇപ്പൊ 150. പുതിയ കടയാ. പുതിയ സാബുവിന്റെ കട.